ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാകിസ്ഥാനികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടുള്ള പച്ചമുട്ട റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മുട്ട നമ്മൾ പലതരത്തിൽ കഴിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 5 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് പുഴുങ്ങുകയാണെങ്കിൽ തൊലി പൊട്ടിപ്പോകാതെ പെട്ടെന്ന് നമുക്ക് തൊലി നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനുശേഷം തൊലി നീക്കം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തൊലി നന്നായിട്ട് പെട്ടെന്ന് പൊളിഞ്ഞു വരുന്നതാണ്. ഇനി തൊലി നീക്കം ചെയ്ത മുട്ടയുണ്ടല്ലോ, അത് ഒരു കത്തി വെച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ കൂടെ കുറച്ച് പുതിന ഇല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പുതിന വളരെ കുറച്ച് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അത് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വരഞ്ഞ് മാറ്റി വച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഒരേമാതിരി ഉണ്ടാക്കാതെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.